യെസ്, അഭിലാഷ്, നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നല്ലോ അബ്ദുൾ റഹീമിൻ്റെ മോചനം. ഒരു കൈമൈ മറന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു. പക്ഷേ അതിങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ അഭിലാഷ്. അതെ, അതെ, ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 പ്രാവശ്യവും ഈ കേസ് സൗദി കോടതി എടുത്ത് മാറ്റി സാങ്കേതിക കാരണങ്ങൾ മാറ്റുന്നു. അതായത് കുടുംബം മാപ്പ് നൽകിയതിന് ശേഷമാണ്, അതായത് 34 കോടി രൂപ ബ്ലഡ് മണിയായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പബ്ലിക് റൈറ്റിൻ്റെ പേരിലാണ് കോടതി ഇക്കാര്യത്തിലൊക്കെ ഒരു പരിഗണന, അതായത് അതിന് എന്തൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള പരിശോധന നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും സാങ്കേതികമായ കാരണങ്ങളാൽ കേസ് എടുത്ത് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് കേസ് അവസാനമായി കോടതി പരിഗണിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ 15-ാം തീയതി, അതായത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്നൊരു വിധി, അതായത് മോചന കാര്യത്തിൽ ഒരു വിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബം വെച്ച് പുലർത്തുന്നു. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് അവർ വളരെ നിരാശരാണ്. കാരണം കഴിഞ്ഞ 5 തവണയും നമ്മൾ ഈ കോടതി നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അവിടെ പോയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളോട് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു വിധി വന്നതിന് ശേഷം മാത്രം മതി ഇങ്ങോട്ട് വരുന്നതെന്നാണ്. അതായത് വളരെ നിരാശരാണ്. കാരണം 35 കോടി രൂപ മലയാളികളുടെ സമാനതകളില്ലാത്ത സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വലിയ പണം സമാഹരിക്കുകയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്, സൗദി ബാലൻ്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തത്. പക്ഷേ അപ്പോൾ പോലും മോചന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാവുന്നില്ല, കോടതിയുടെ ഉത്തരവ് വരുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് പബ്ലിക് റൈറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ കോടതി അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു നിലപാടിലേക്ക് കോടതി എത്തുക എന്നുള്ളതും ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ്. റോഷി, മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് വയനാട്ടിലെ കടുവ പ്രശ്നം. ഇന്നലെ രാത്രി കൂടി ആടിനെ പിടിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ആടിനെ പിടികൂടുകയും ആ ആടിനെ തന്നെ കൂട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കടുവയെ പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകുന്ന നിരവധിയായ പ്രശ്നങ്ങളാണ് ഇന്ന് നമുക്ക് മലബാർ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടാവുക.